മോതിരം പുരുഷന്മാർക്ക് വെള്ളിയും സ്വർണവും ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണെന്നല്ലേ നിയമം. പിന്നെ ആ പുരുഷന് വെള്ളിയിൽ നിന്ന് ഉപയോഗിക്കൽ അനുവദനീയമായത് മോതിരാണ്. ആ വെള്ളിയുടെ മോതിരം തന്നെ അത് അവസാനത്തെ ചെറുവിരലിലാണെങ്കിൽ സുന്നത്ത് കിട്ടും. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഈ ചെറിയ വിരലിലാണെങ്കിൽ സുന്നത്ത് കിട്ടും. സുന്നത്ത് കിട്ടണമെങ്കിൽ ചെറുവിരലാണ് മോതിരം ധരിക്കേണ്ടത്. ചെറുവിരൽ അല്ലാത്ത മറ്റു വിരലിൽ മോതിരം ധരിച്ചാലോ കറാഹത്ത് കിട്ടും. മറ്റേ അഭിപ്രായം അനുസരിച്ച് ഹറാമും കിട്ടും. അങ്ങനെ അതിന്റെ കണക്ക്. അവിടെയൊക്കെ ഈ വിരലിലാണ്. അതും രണ്ട് കൈയിലെ ചെറുവിരലിൽ ഏതിലും ഇടാം. അതിൽ ഏറ്റവും നല്ലത് വലത് കൈയിലെ ചെറുവിരലിലാണ് ഉണ്ടാ. അതാണ് ഏറ്റവും നല്ലത്. അവിടെ തന്നെ മഹാന്മാർ പറഞ്ഞു, ഒന്നിലധികം ധരിക്കരുത്. വെള്ളിയുടെ മോതിരം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒന്നിലധികം പാടില്ല മഹാന്മാർ പറഞ്ഞു. ഇത് പറ്റൂന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പൊ ചില ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും ധരിക്കാം. പറ്റൂന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞു ഹൈസുലാ സറഫ്, ഇസ്റാഫിന്റെ ഒരു പരിധിയിലേക്ക് എത്താനും പാടില്ല, അമിതമാകാൻ പാടില്ല. അമിതമാകണ കോലത്തിലായാൽ ഒന്നിലധികം പാടില്ല. ഒന്നും കൂടി പറഞ്ഞു, അവരും കൂടി പറഞ്ഞു. ഏതായാലും ഒരു വെള്ളിയുടെ മോതിരം ചെറുവിരലിൽ ധരിക്കൽ സുന്നത്താണ്. കണ്ട, അവിടെ പോലും ദൂർത്ത് പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു.